കാര്യവട്ടത്ത് ചരിത്രം കുറിച്ച് ഭാരത വനിതകൾ. 2020 ഭാരതത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ 20 ഓവറിൽ 2 വിക്കറ്റിന് 221 റൺസ്. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് റിച്ച ഘോഷ് 16 പന്തിൽ 40 റൺസ് എടുത്തു. ഷഫാലി വർമ്മ 79ഉം സ്മൃതി മന്ദാന 80ഉം റൺസ് എടുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന 4ാമത്തെ വനിതാ ക്രിക്കറ്റ് താരമായി സ്മൃതി മന്ദാന മാറി. വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, എങ്ങനെ പുരോഗമിക്കുന്നു കളി? നീലിമ, കൂറ്റൻ സ്കോറാണ് ഭാരതം ശ്രീലങ്കയ്ക്ക് മുന്നിലേക്ക് വെച്ചത്. പക്ഷെ അവർ അത് പിന്തുടരാൻ ശ്രമിക്കുന്നുണ്ട്, അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിക്കറ്റ് കൂടി വീണു എന്ന വാർത്ത വരുന്നു. ഏതായാലും 10 ഓവർ പൂർത്തിയാകുമ്പോഴേക്കും 95 റൺസ് എന്ന നിലയിലായിരുന്നു ശ്രീലങ്ക. ഇപ്പോൾ അത് 116 റൺസ്, 12.4 ഓവറിൽ 116 റൺസ് അവർ പൊരുതുന്നുണ്ട്. കളി ജയിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിൻ്റെ അനുഭവ സമ്പത്തുള്ള ബൗളിംഗ് നിരയെ എങ്ങനെ മറികടക്കും എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഏതായാലും റെക്കോർഡുകളുടെ പെരുമഴ പെയ്തിറങ്ങിയ ദിവസമാണിന്ന്. അതിലാദ്യത്തേത് സ്മൃതി മന്ദാന, ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന, ഏറ്റവും ആരാധകരുള്ള വനിതാ താരം സ്മൃതി മന്ദാന 10,000 റൺസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തികച്ചു എന്നതാണ്. ഒരുപക്ഷെ മിഥാലി രാജ് എന്ന ഇതിഹാസ താരത്തിന് ശേഷം 10,000 റൺസ് തികയ്ക്കുന്ന താരമായി മാറി. 4ാമത്തെ താരമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്നത് സ്മൃതി മന്ദാനയിലൂടെ. അങ്ങനെ ഒരു റെക്കോർഡ് പിറക്കുന്നു. മറ്റൊന്ന്, ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ 162 റൺസാണ് അടിച്ചുകൂട്ടിയത് 95 പന്തിൽ. ഇത് ഒരു റെക്കോർഡാണ്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച 2020 കൂട്ടുകെട്ടാണ്, പാർട്ട്ണർഷിപ്പാണ് ഇത് എന്ന കാര്യം ഓർക്കണം. മറ്റൊന്ന്, റിച്ച ഘോഷിൻ്റെ പ്രകടനം എടുത്തു പറയണം. 16 പന്തിൽ 40 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു എന്നത് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. 2020 ക്രിക്കറ്റിൽ ഭാരത വനിതകളുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ന് കാര്യവട്ടത്ത് കണ്ടത്. 2017 വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ചെടുത്ത സ്കോറിനെ മറികടക്കുകയായിരുന്നു. 217 എന്ന സ്കോറിനെ മറികടന്നാണ് 221 എന്ന സ്കോറിൽ ഭാരതം എത്തിയത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഇന്ന് പിറന്നു. മറ്റൊന്ന്, ഷഫാലിയുടെയും മന്ദാനയുടെയും ബാറ്റിംഗ് തന്നെയായിരുന്നു. ഏറെ ആക്രമണോത്സുകമായ ഒരു ബാറ്റിംഗാണ് ഇരുവരും ചേർന്ന് കാഴ്ചവെച്ചത്. സ്മൃതി 80 റൺസ് എടുത്താണ് പുറത്തായത്. ഒരുപക്ഷെ അനാവശ്യമായൊരു ഷോട്ടെന്ന് അപ്പോൾ തോന്നിപ്പിച്ചു. കാരണം അത്ര അനായാസേന കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമായിരുന്നു സ്മൃതി. പക്ഷേ ആ പന്ത് അത് വേണ്ടിയിരുന്നു എന്ന ചോദ്യം. 48 പന്തിൽ 80 റൺസ് എടുത്ത് സ്മൃതി മന്ദാനയും 46 പന്തിൽ 79 റൺസ് എടുത്ത് ഷഫാലി വർമ്മയും പുറത്താവുകയായിരുന്നു. ഇരുവരും ചേർന്ന് ആദ്യ വിക്കറ്റിൽ 162 റൺസാണ് അടിച്ചുകൂട്ടിയത്. അങ്ങനെ ഭാരതം ശ്രീലങ്കയ്ക്ക് മുന്നിൽ ഒരു വലിയ ടോട്ടൽ മുന്നോട്ട് വെച്ചു. പക്ഷേ മറുപടിക്കിറങ്ങിയ ശ്രീലങ്കയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 10 ഓവറിൽ 95 റൺസാണ് അടിച്ചുകൂട്ടിയത്. അല്പം മുമ്പ് 2ാമത്തെ വിക്കറ്റ് അവർക്ക് വീഴുന്നു. 13 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 116 റൺസ് എന്നതാണ് അവരുടെ സ്കോർ. അവരുടെ ക്യാപ്റ്റൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഉടൻ പുറത്തായി എന്ന വാർത്ത ചമരി അട്ടപ്പെട്ടു. ആദ്യ വിക്കറ്റ് ഹസിനി പെരേരയുടേതായിരുന്നു. 20 പന്തിൽ 33 റൺസ് അടുത്താണ് അവർ പുറത്തായത്. മധ്യനിരയാണ് ശ്രീലങ്കൻ വനിതകളുടെ പോരായ്മ. കാരണം മധ്യനിരയിൽ കഴിഞ്ഞ ആദ്യ 3 2020 മത്സരങ്ങളിലും മികവ് പുലർത്താൻ മധ്യനിരയ്ക്കായില്ല. ഒരുപക്ഷെ ഇന്നും അത് തുടർന്നാൽ ഒരു വലിയ വിജയം തന്നെ ഭാരതത്തെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രീലങ്ക പൊരുതി എന്നാണ് ഈ മത്സരത്തിലൂടെ വ്യക്തമാകുന്നത്. ആദ്യ 3 മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പോയ ശ്രീലങ്കയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ഭാരതത്തിന് ഭീഷണി ഉയർത്താനായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവസാന മത്സരം മറ്റന്നാൾ കാര്യവട്ടത്ത് നടക്കും. ആ മത്സരവും കൂടി ജയിച്ച് 5-0 പരമ്പര തൂത്തുവാരാനുള്ള ശ്രമത്തിലാണ് ഭാരതം. നീലിമ. ഓക്കെ കൃഷ്ണരാജ്, കാര്യവട്ടത്ത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഭാരത വനിതകൾ. സമഗ്രമായ റിപ്പോർട്ടാണ് VS കൃഷ്ണരാജ് നൽകിയത്.